Wait a minute, get it how you live it. 10 toes in when we standing on business. I'm a big step. Beat drop. Man. ആള് ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. ആളുടെ ശരിക്കുള്ള പേര് ശരിക്കും. yes. ഹബീബി, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് എൻ്റെ ലുക്കും എൻ്റെ ഈ ഒരു ഇരിപ്പൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഇത് എന്തുവാടെ മറ്റേ സാധാരണ ഒരു ഫോർമലായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇത്രയൊക്കെ ചേഞ്ച് വരുന്നതെന്ന്. കാര്യം ഇന്ന് എൻ്റെ ഈ ലുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അല്ലെ പറയുന്നത്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് സമതുണ്ട്. സമതേ അടിച്ചു കയറി വാ. പിന്നെ അടിച്ചു കയറി വാ. എടാ, അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. സോ അപ്പം സമതേ, എടാ ഇപ്പം ഇൻസ്റ്റ തുറന്നാൽ, അല്ലെന്നുണ്ടെങ്കിൽ ടിക്ടോക്ക് തുറന്നാൽ, യൂട്യൂബ് ഷോർട്സ് എടുത്താൽ എല്ലാം കാണാൻ പറ്റുന്നത് ഒരു മരണക്കളി, അതായത് മരണക്കിണറിലുള്ള ഒരു കളിയാണ്. അപ്പം ഞാൻ ആ വീഡിയോയുടെ ഒരു പുറകെ പോയി നോക്കിയപ്പം എന്താണെന്ന് അറിയണമല്ലോ, കാര്യം കുറേ വീഡിയോസ് ഫുൾ ഇത് തന്നെ. അപ്പം ആ വീഡിയോ നോക്കിയപ്പം ഞാൻ കണ്ട വെച്ചാൽ ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ, അല്ലെ ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞൊരു റാപ്പറുടെ സോങ്സ് ആണ് കാര്യങ്ങൾ. അപ്പൊ അത് നോക്കിയപ്പോ അതിന്റെ ഈ റാപ്പറുടെ പുതിയ ഒരു എന്താ പറയുക കമ്പോസ് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ് ഈ പറയുന്ന ബിഗ് ഡോസ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട്. ഈ മ്യൂസിക് വീഡിയോയുടെ തംബ്നെയിൽ ഇത് ഫസ്റ്റ് 1 മില്യൺ അടിച്ച സമയത്ത് ഇത് എന്റെ ഫീഡിൽ കിടക്കണ്ടായിരുന്നു യൂട്യൂബിൽ. ഞാൻ ഒരുപാട് സമയം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അന്ന് ഞാൻ നോട്ടീസ് ചെയ്തില്ല, കാരണം 1 മില്യൺ അല്ലേ. പിന്നെ ഇവൻ ഇന്ത്യക്കാരനാണെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ. പിന്നെ യൂട്യൂബ് ആൽഗോരിതം ഇതിങ്ങനെ പുഷ് ചെയ്ത് ഡെയിലി എൻ്റെ ഫീഡിൽ വന്ന് കിടക്കാൻ തുടങ്ങി. പെട്ടെന്ന് നോക്കുമ്പോൾ 5 മില്യൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് എനിക്കൊന്ന് കേട്ട് കളയാമെന്ന് വിചാരിച്ചു. സംഭവം കേട്ടു. ഫസ്റ്റ് ആ മരണക്കിണറുള്ള വീഡിയോ സംഭവങ്ങൾ കണ്ടു. അവിടുന്ന് ഒരു ബീറ്റ് ഡ്രോപ്പ് ഉണ്ട്. അവിടുന്നാണ് മൊത്തം കളി മാറുന്നത്. എടാ, അപ്പൊ നമുക്ക് ഈ സോങ് ഒന്ന് കാണാം. നോക്കിക്കോണേ, ആ സോങ്ങിന്റെ ഫസ്റ്റ് ബിഗിനിങ് അവർ കാണിക്കുന്ന വാണിംഗ് ആണ്. അവർ അത് ആദ്യം തന്നെ മനസ്സിലായി ഇത് ഫുള്ള് പ്രൊഫഷണൽസ് ആണ് ചെയ്തേക്കുന്നത്. കാര്യം പിള്ളേരാണ്ട് വാണിംഗ് റീഡ് ചെയ്യുമ്പോൾ വേറെ ട്വിസ്റ്റ് ഉണ്ട്. പ്ലേ ഞാനത് പോസ് പറയാം. ആ സ്റ്റാർട്ടിങ് അഹമ്മദ് വളരെ കൂളായിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നീട് ആ സാധനം അങ്ങോട്ട് കയറി ഒരു കയറ്റുണ്ട്. ആ ഒരു ബീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ സിനിമോട്ടോഗ്രാഫി എന്താ പറയാ, ഭയങ്കര ജഗബോ കട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോട്ടുകൾ, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് സെറ്റപ്പ് അല്ല അങ്ങനെയുള്ള ഷോട്ടുകളൊന്നും അല്ല. പക്ഷെ ആ ഇതിനകത്തിൽ എടുത്തിരിക്കുന്ന ലൈവ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലൈവിന് ഇവനെ പറ്റി ഇതിനകത്ത് റിയൽ സാധനമാണ് ഇത്. നോക്കി, കാര്യം ആളിരുന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് അതിരുന്ന് ഓടിക്കുന്നുണ്ട്. പിന്നെ ലിറിക്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറക്റ്റ് US റാപ്പിന്റെ ലിറിക്സ് ആണ്. അവരുടെ യൂസേജസ്, അതായത് ഹുഡിൽ നമ്മൾ ആഫ്രിക്കൻ അമേരിക്കൻസ് യൂസ് ചെയ്യുന്ന കുറെ സ്ലാങ്ങുകൾ ഈ വീഡിയോക്കകത്ത് ലിറിക്സിലുണ്ട്. എടാ അതെ, എനിക്കിത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് ഒരു ഷോട്ട് ഞാനിത് നമ്മളിതൊക്കെ ചെയ്യുന്ന എന്നിരുന്നാൽ പോലും ഈ ഷോട്ടൊക്കെ ഇതൊക്കെ എങ്ങനെ ആയിരിക്കും ഈ ഷോട്ടൊക്കെ ഇതിന്റെ ഡയറക്ടർ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പറയാലോ, ഈ ഒരു ഷോട്ട് കണ്ടോ നീ? അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ബിജോ ഷെട്ടി എന്ന് പറഞ്ഞ പുള്ളിക്കാണ്. പിന്നെ വേറൊരു ക്രേസി സംഭവം ഉണ്ട്. അത് ഞാൻ ഇപ്പൊ മനസ്സിലേക്ക് വന്ന ഒരു സംഭവമാണ്. അതായത് ഈ മൊത്തം മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടാണ്, അതായത് കേരളത്തില്. സത്യമായി ശരിക്കും പൊന്നാനിയിൽ വെച്ചിട്ടാണ് സംഭവം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തില് പൊന്നാനി ഷൂട്ട് ചെയ്ത സാധനം വേൾഡ് വൈഡ് ഹിറ്റ് അടിച്ചിരിക്കുന്ന ഒരു സാധനം. എനിക്ക് ഈ ഷോട്ടൊക്കെ കണ്ടിട്ട് എന്റെ മോനെ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനകത്ത് വേറൊന്നുമല്ല, നമുക്കിത് നോർമലി കാണുമ്പോൾ തന്നെ പേടിയാവും. ആളിന് ഇതിനകത്ത് ഇരുന്നിട്ടേ ഒരു പേടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്. ഈ ലിറിക്സ് ഉണ്ടല്ലോ, ലിറിക്സ് ഇപ്പൊ ക്രിറ്റിക്സ് ഒക്കെ കമ്പയർ ചെയ്യുന്നത് ലിൽ വെയിന്റെ അല്ലെങ്കിൽ എമിനമിന്റെ ഒക്കെ ലിറിക്സിനെ കമ്പയർ ചെയ്യുന്നത്. അത് അത്രയും ലെജൻഡറി ആർട്ടിസ്റ്റ് കമ്പയർ ചെയ്യുന്നത്. ആളുടെ ലിറിക്സ് എനിക്കറിയില്ല, ഇനി പുള്ളിയാണോ എഴുതുന്നത് എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ക്ലിയർ ആയിട്ട് പക്ക അമേരിക്കൻ റാപ്പ് സ്റ്റൈലാണ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ എഴുതിയ റാപ്പിന്റെ ലിറിക്സ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതല്ല, എനിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ശരിക്കും ഇവര്
അതായത് രണ്ട് തരത്തിലുള്ള, അതായത് ലോകത്തിന്റെ രണ്ടറ്റത്ത് കിടക്കുന്ന രണ്ട് രാജ്യത്തിന്റെ എന്താ പറയുക, രണ്ട് കൾച്ചർ അല്ലെങ്കിൽ ആ രാജ്യമായിട്ട് ബന്ധപ്പെട്ട രണ്ട് എലമെന്റ് എടുത്തിട്ട് സിങ്ക് ചെയ്യിപ്പിച്ചിട്ട് സാധനം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന മരണക്കിണർ അല്ലെങ്കിൽ ഒരു സർക്കസിന്റെ ആ ഒരു തീം എടുത്തുകൊണ്ട് അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള പക്ക അമേരിക്കൻ സ്റ്റൈലിലുള്ള റാപ്പ് സോങ്ങിന്റെ ലിറിക്സും മ്യൂസിക്കും കമ്പോസ് ചെയ്തിട്ട് ആളുടെ എല്ലാ സോങ്ങും ഇങ്ങനെ തന്നെയാണ്. ആളുടെ എല്ലാ സോങ്ങിലും ലിറിക്സ് ഇങ്ങനെ തന്നെ വരുന്നത്. ആള് എന്താ പറയാ, ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ വീഡിയോ ആണ് ആളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. ആളുടെ പേര് വേൾഡില് എന്താ പറയുക, വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെടാൻ ഇതൊരു തുടക്കം. ഇന്ത്യൻ കൾച്ചർ, എസ്പെഷ്യലി കേരള കൾച്ചർ പുഷ് ചെയ്യാൻ പുള്ളി മാക്സിമം നോക്കാറുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നത് ഞാൻ കേട്ടതാ. അതായത് പുള്ളി ഇപ്പോൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ആളിപ്പോൾ ഇന്ത്യയിലുണ്ട്. പിന്നെ നോട്ടബിൾ ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ ആളുടെ ആക്സെന്റ്, ആളുടെ ലിറിക്സ്. കാരണം നമ്മൾക്ക് അറിയാം, മലയാളം റാപ്പാണെങ്കിലും ഇന്ത്യൻ റാപ്പേഴ്സിൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിലും അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അമേരിക്കൻ റാപ്പേഴ്സ് എന്ന്. അപ്പോൾ ഈ ലിറിക്സ് പക്കാ ഒരു എന്താ പറയുക, അമേരിക്കൻ റാപ്പറുടെ ലിറിക്സ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നെങ്കിൽ അവിടുന്ന് ആരെങ്കിലും ലിറിക്സ് എഴുതി കൊടുത്തായിരിക്കും. കാരണം അതിൽ ഹ്യൂസ്റ്റൺ ടെക്സസിലുള്ള ആൾക്കാർക്ക് അവിടെയുള്ള ഒരു റാപ്പർ ഉണ്ടായിരുന്നു, പ്രൊജക്ട് പാറ്റ, അതിനൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊരു റെവല്യൂഷണറി ഫിഗറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പുള്ളിയുടെ ഹിസ്റ്ററി കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കാൻ തുടങ്ങിയത്. നീ ഈ ഒരു കാര്യത്തിൽ വെച്ചിട്ട് ക്രേസ് ഉള്ള ആളുവാണല്ലോ. ഈ റാപ്പ് സോങ്ങുകൾ കാര്യങ്ങളൊരു ക്രേസ് ഉള്ള ആളല്ല. അപ്പോൾ നോക്കിയ സമയത്ത് ആള് ജനിച്ചത് ഇന്ത്യയിലാണ്. പിന്നെ ആളുടെ പാരൻസ് ഈ വർക്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്ത് പോകുന്ന ആൾക്കാരായതുകൊണ്ട് പല പല രാജ്യങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. പിന്നെ ഇയാളുടെ ചൈൽഡ്ഹുഡിൻ്റെ മെജോറിറ്റി ഇയാൾ ജീവിച്ചത് ഹ്യൂസ്റ്റൺ ടെക്സസിലാണ്. അതുകൊണ്ടാണ് അമേരിക്കയിലെ റാപ്പ് കൾച്ചറിനോടും ആക്സെൻറ്റും എല്ലാം അങ്ങനെയാണ് വന്നത്. ബേസിക്കലി ഇയാൾ ഒറിജിൻ ഫ്രം ഇന്ത്യയാണ്, ഇന്ത്യക്കാരനാണ്. ആള് ഇന്ത്യക്കാരനാണ്, മലയാളിയാണ്. ആളുടെ ശരിക്കുള്ള പേര് സൂരജ് ചെറുക്കാട്ട് എന്നാണ്. പോടാ ശരിക്കും? എന്റെ മോനെ എനിക്കറിയില്ല മലയാളിയാന്നുള്ള കാര്യം. പക്ഷെ ഞാൻ സത്യമായി വെച്ചാൽ ഞാൻ എന്നിട്ട് ഇവന്റെ 1-2 ഇന്റർവ്യൂസ് കണ്ടു. ഇതെല്ലാം ഈ ലാംഗ്വേജിന്റെ ആ ഒരു ഞാൻ വെച്ചു, എടേ എന്താന്ന് ഇവന്. പിന്നെ എനിക്ക് നീ പറഞ്ഞല്ലേ എപ്പോഴും എനിക്ക് ഡൗട്ട് വന്നു എവിടെയെന്നറിയോ, ഈ മരണക്കിണറിന്റെ ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോയിലെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ പക്ക തനി ലോക്കൽ സെറ്റപ്പ്, നമ്മുടെ ലോക്കൽ സെറ്റപ്പ്, ആ സെറ്റപ്പിൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒന്നുമല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അല്ലാതെ എന്തായാലും ഈ ഒരു രീതിയിലുള്ള ഒരു സാധനം ഒരു കമ്പോസിഷൻ ചെയ്യത്തരുന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടിരിക്കേണ്ട സമയമാണ്. കാരണം നമുക്ക് റാപ്പേഴ്സ് ഉണ്ട്, ഓഫ് കോഴ്സ് നമുക്ക് റാപ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്നൊരു റാപ്പറുടെ റേസ് എന്ന് പറഞ്ഞാൽ ആളിതിനു മുമ്പും ചെയ്തിട്ടുണ്ട് വീഡിയോസ് എല്ലാം. അതിന് എത്ര മാക്സിമം 700K 800K ഒക്കെ ആയിരുന്നു മ്യൂസിക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ആളുടെ തന്നെ ഒരു മ്യൂസിക് വീഡിയോ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത്രയും ഗ്രോ ചെയ്യുന്നത്. എനിക്ക് തന്നെ എക്സ്പെക്ട് ചെയ്തൊരു സാധനം എന്താ അറിയോ, ഞാൻ ഒരുപാട് തവണ കണ്ടത്. എന്തൊരു മേക്കിംഗ് ആടാ ആ ഒരു മരണക്കിണർ. ഞാനൊക്കെ ശരിക്കും പറയട്ടെ, ഈ മരണക്കിണർ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഈ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ ഈ സർക്കസ് കൂടാരത്തിലൊക്കെ പോകുമ്പോൾ ഈ മരണക്കിണർ. ഞാൻ ജനിച്ചത് നിലമ്പൂർ ഏരിയല്ല. നമ്മളവിടെ നിലമ്പൂർ പാട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഈ സാധനത്തിനാണ് കൂടുതലായിട്ട് ഈ സംഭവം ഉണ്ടാവുക, ഇത് ഈ മരണക്കിണറിന്റെ സംഭവം ഉണ്ടാവുക. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര, നമ്മളിങ്ങനെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, ഗ്രാവിറ്റി ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. അതെ ഭയങ്കര സംഭവം. ഇതിനെ ഒരു തീമാക്കി എടുത്ത് ചെയ്തു. അതും എൻ്റെ മോനെ എനിക്ക് എൻ്റെ കിളി പറഞ്ഞത് എൻ്റെ സിനിമാറ്റോഗ്രാഫി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രാഫി വെച്ചാൽ ഭയങ്കരമായിട്ട് റിസ്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹനുമാൻ കായിൻ്റെ തന്നെ പുള്ളി തന്നെ കാറിനകത്ത്, നമ്മൾ വിചാരിക്കും CGI ആണ് VFX ആണ്, ഒരിക്കലും അല്ല. പുള്ളി തന്നെ കാറിനകത്ത് കയറിയിട്ട് ഇവര് കൂടെ ഇത് കറങ്ങിയിട്ടുണ്ട്. അത് റിയൽ ഫൂട്ടേജ് ആണ്. അത് അവസാനം കാണിക്കുന്നുണ്ട്, മ്യൂസിക് വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അതെ എടാ, ഇതിന്റെ ആ ലാസ്റ്റിലെ ഷോട്ട് പോയിക്കുന്നുണ്ടോ, അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ റാപ്പ് തീർന്നിട്ട് ലാസ്റ്റ് വൈൻഡ് അപ്പ് പോകുന്ന എനിക്ക് ഡ്രോൺ ആണത്. ആ ഡ്രോൺ പെതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇവന്റെ ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പെതുക്കെ വൈഡിൽ വന്നിട്ട് ലൈക്ക് ഗ്രേറ്റ് ഇന്ത്യൻ മാരുതി സർക്കസ് എന്നുള്ള ആ ഒരു പേരും കാര്യങ്ങളും കാണിച്ച് പെതുക്കെ വന്ന് നിർത്തിയിട്ട് ആ ലൈറ്റ് ഫെയ്ഡ് ആയി പോകുന്നത് ഭയങ്കര. അതാണ് ആകെ ഒരു കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലുള്ള സ്ഥലമാണിത്. എക്സാക്ട്ലി. അവിടെ നമ്മൾ വിഷ്വലി മാജിക് കാണിക്കുന്നിടത്താണ് ഇതിന്റെ വിജയിരിക്കുന്നത്. വേറെ ഒരു സംഭവം എന്താ വെച്ചാൽ മലയാളികൾ ഇപ്പോൾ റാപ്പ് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് മലയാളികൾക്ക് നമ്മൾക്ക് ആകെ ഉണ്ടായിരുന്ന റാപ്പർ പറഞ്ഞ ജാസി ഗിഫ്റ്റ് ആയിരുന്നു. ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു, പുള്ളിനെ ഇഷ്ടമില്ലാത്തവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മലയാളത്തിൽ ചരിത്രം തിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഫെജോ,
നമ്മുടെ ഡാബ്സി, തിരുമാലി ഇങ്ങനത്തെ ടീംസൊക്കെ മലയാളത്തിൽ, ബേബി ജീൻ, ഇവരൊക്കെ കൂടെ മലയാളത്തിൽ ഇപ്പോൾ ഒരു പുതിയ കൾച്ചർ നീരജ് ഡാപ്സി ഇപ്പൊ മലയാളികളുടെ ഈ മലയാള യുവത്വത്തിന്റെ ഹരമായിട്ട് മാറിയേക്കൂലേ ഡാപ്സി. ഡാപ്സിയുടെ അടുത്തിറങ്ങി പാട്ടുകളെല്ലാം ഹിറ്റ്. ഏത് പാട്ടാ ഹിറ്റ് അല്ലാത്ത? സബ്ജക്റ്റിലേക്ക് വരാം. നമ്മള് എന്താ പറയാ, ഏതൊരു സിനിമ ഹനുമാൻ കൈൻഡ്, ആ പേരിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? ഹനുമാൻ കൈൻഡ് എനിക്ക് എന്നെ ഫസ്റ്റ് അട്രാക്ട് ചെയ്ത പേരാണ്. അതായത് ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹിന്ദു, നമ്മളിത് പറയുന്നല്ല, ഹിന്ദു പുരാണ പ്രകാരം ഹനുമാൻ എന്ന് പറഞ്ഞാൽ അതായത് ഫിറ്റ്നസിന്റെ എക്സ്ട്രീം എന്നാണ് പറയുന്നത്. ഫിറ്റ്നസിന്റെ റോൾ മോഡൽ. ഫിറ്റ്നസ് എന്താണോ, ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അത് ഹനുമാൻ എന്നാണ്. പുള്ളി ആയിട്ട് എന്താ പറയുക, സിക്സ് പാക്കുമായി പക്ക എന്താ പറയുക ഹെൽത്തി ഓറിയന്റഡ് ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പൊ ആ ഒരു അതേ പേര്, കാര്യം ഇവൻ ഈ പറയുന്ന സൂരജും ഫിറ്റാണ്. അപ്പൊ ആ ഒരു പേര് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഹനുമാൻ കൈൻഡ്. എനിക്ക് തോന്നുന്നു ആളെ കണ്ടാലും അറിയാം ആള് ഫിറ്റാണ്, റിപ്ഡ് ആണ്, ആള് നല്ല ഫിറ്റ്നസ് കെയർ ചെയ്യുന്ന ആളാണ്. പിന്നെ സോങ്ങിന്റെ പേര് ബിഗ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളൊരു ബിഗ് ഡോഗ് അല്ലെങ്കിൽ ഡോഗ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ കാണിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ പുള്ളി പറയുന്നത് റോളിങ് ത്രൂ ദ സിറ്റി വിത്ത് ദ ബിഗ് ഡോഗ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മീനിങ് വരുന്നത് പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുള്ളി ഹാങ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ ബിഗ് ആയിട്ടുള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ എന്ന് ജസ്റ്റ് പറയുന്നു. അതായത് പൊതുവെ റാപ്പിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ അടിപൊളിയാണ്, എൻ്റെ കൂടെ ഉള്ളവർ അടിപൊളിയാണ്, നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല, ഇത് ഫ്ലെക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഷോ ഓഫ് കാണിക്കുന്ന ഒരു റാപ്പിൻ്റെ ബേസിക് കൾച്ചർ അതാണുള്ളത്. ഇത് ഞാനാണ് പവർഫുൾ, എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് പവർഫുൾ, നിങ്ങൾക്ക് എന്നെ തൊടാൻ പോലും പറ്റത്തില്ല എന്ന് പറയുന്ന സംഭവമാണ് ബേസിക് റാപ്പിൻ്റെ ജോൺറയുടെ തന്നെ തീം അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഈ ഹനുമാൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറച്ചും കൂടി പൊലിപ്പിക്കുക ചെയ്ത്. ഇതുപോലെ നമ്മുടെ ടാലൻറ്റും നമ്മുടെ കഴിയും വെച്ച് നമ്മൾ വേൾഡിൽ മുന്നേറി കഴിഞ്ഞാൽ ഒരുത്തനും നമ്മളെ അടിച്ചു താത്താനോ നമ്മളെ താഴേക്കിടയിൽ കാണാനോ ഒരുത്തനും നിൽക്കില്ല. അത് വേറെ കാര്യം ഉണ്ടാ. ഇപ്പൊ നീ പറഞ്ഞ കാര്യം സത്യം ഒരു പരമായ സത്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴും നമ്മുടെ ലോകത്തിന്റെ അല്ലെങ്കിൽ വേൾഡിന്റെ പല എന്താ പറയാ ഉന്നതങ്ങളിൽ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻസ് ആണ്. ഓഫ് കോഴ്സ് ഇന്ത്യൻസ് ആണ്. പക്ഷേ നമ്മൾ ബേസിക്കലി അതൊക്കെ ഒരു കാരണമാണ്. അതെ, ഞാൻ പറയട്ടെ, ഈ റേസിസത്തിന്റെ സംഭവം വന്നപ്പോൾ ഇപ്പോൾ പണ്ട് ചൈനക്കാരെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഏഷ്യൻസിനെ പറ്റിയിട്ട് ജനറലി പല സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കെ പോപ്പ് വന്നു, അതിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാർ, ജാക്കി ചാൻ വന്നു, ഇങ്ങനെ കുറേ പേര് വന്നു, ബ്രൂസ്ലി വന്നു, ഇങ്ങനെ കുറേ പേര് വന്നു. എന്ത് ചെയ്തു? അവരുടെ ഒരു ഇമേജ് മാറി. അതായത് നമ്മളെ പറ്റിയിട്ട് മോശമായിട്ട് ചിന്തിക്കുന്നവർ, ഏഷ്യൻസിനെ പറ്റിയുള്ള അതെ ഒരു കോൺസെപ്റ്റും മൈൻഡ് സെറ്റും മാറി. നമ്മളെ പറ്റിയിട്ടുള്ള മൈൻഡ് സെറ്റും കാര്യങ്ങളും മാറണമെങ്കിൽ നമ്മൾ ലെവലപ്പ് ചെയ്യുന്ന വേണം. നമ്മളെ പ്രതിനിധീകരിച്ച ആൾക്കാർ ലോകത്തിൽ വലിയ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇനിയും ചെയ്യണം. നമ്മുടെ പുതിയ തലമുറ ഈ പല സോഷ്യൽ മീഡിയയിലും ഇതിനൊക്കെ അഡിക്റ്റ് ആയിരിക്കുന്ന സമയം കൊണ്ട് നമ്മളെ ഒന്ന് രാജ്യം ബിൽഡപ്പ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കരിയറും പ്രൊഫഷനും ബിൽഡപ്പ് ചെയ്തിട്ട് വേൾഡിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് പോവുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. അളിയൻ എന്തായാലും ലോകം മൊത്തം ഹനുമാൻ കൈൻഡ് ലോകം മൊത്തം അറിയപ്പെട്ടു. അപ്പൊ ഇതുപോലെ ഇനിയും വരട്ടെ, പിള്ളേരൊക്കെ വരട്ടെ, വന്ന് എല്ലാവരും അറിയപ്പെട്ടെ, അടിച്ചു കയറി വാ. നമ്മുടെ റിയാസ് ഖാൻ പറഞ്ഞിട്ട് എല്ലാരും അടിച്ചു കയറി വാ. അതെ, അടിച്ചു കയറി പോണ്ടേ. കേട്ട്